വരുന്നതെല്ലാം ഭൂതമൊന്നുമല്ല, വരുന്നതെല്ലാം പിശാചൊന്നുമല്ല, വരുന്നതെല്ലാം മന്ത്രവാദമൊന്നുമല്ല, വരുന്നതെല്ലാം പോരാട്ടമൊന്നുമല്ല. ഒരുപക്ഷെ നിന്നെ ഒരു പുതിയ തലത്തിലേക്ക് കയറ്റ, ഇന്നുവരെ നടന്നിട്ടില്ലാത്ത ഒരു തലത്തിൽ നടത്താനുള്ള തുടക്കമാണെങ്കിലോ ജീസസ്, ജീസസ്, ഓ ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഓ നീയാണോ? ലോർഡ്, if it is you, command me to come to you on the water. ഒന്ന്, നീയാണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. നാം യേശുവിനെ ഒന്നുകൂടെ മനസ്സിലാക്കുന്ന പകലാകട്ടെ ഈ പകൽ. നമ്മുടെ ധാരണകൾ തിരുത്തുന്ന സമയമാകട്ടെ ഇത്. 2, നീയാണെങ്കിൽ എവിടെയും വരാൻ ഞാൻ തയ്യാറാ. വെള്ളമാണെങ്കിലും തീയാണെങ്കിലും നോർത്ത് ഇന്ത്യ ആണെങ്കിലും ഞാൻ വരാം. നീ ആയിരിക്കണം, വേറെ ആര് പറഞ്ഞാലും ഞാൻ വരില്ല. നീയാണെങ്കിൽ ഞാൻ വരാം. 3, നീ പറഞ്ഞാലേ വരാൻ പറ്റുള്ളൂ. നീയാണെങ്കിൽ വരാം, നീ പറഞ്ഞാൽ വരാം, എവിടെയാണേലും വരാം. ഇഫ് ഇറ്റ് ഈസ് യു, നീ ആണെങ്കിൽ ഞാൻ വരാം. അത് വെള്ളാണേലും കടലാണേലും വേറെവർ ഞാൻ വരാം. നീ പറഞ്ഞാൽ ഞാൻ വരാം. നിന്റെ വാക്കിനെ എനിക്ക് ഭയങ്കര വിശ്വാസ. കാരണം പണ്ടൊരിക്കൽ നിന്റെ വാക്കിന് ഞാനൊരു വലയിറക്കി. 12 മണിക്കൂർ ഞാൻ പണിയെടുത്തിട്ടും ഒരൊറ്റ പൊടിച്ചിമീൻ പോലും കിട്ടാതിരുന്ന അതേ കടലിൽ, അതേ വലയിൽ, അതേ പടകിൽ വലിച്ച് കയറ്റാൻ പറ്റാത്ത വലിയ മീൻകൂട്ടം വന്നത് എൻ്റെ വലയുടെ കഴിവ് കൊണ്ടല്ല, എൻ്റെ സ്കിൽ അല്ല, എൻ്റെ സാമർഥ്യം, എൻ്റെ ബോട്ട്, ഇതൊന്നുമല്ല, നിന്റെ വാക്കാണ്. അത് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് കർത്താവേ, നീ പറഞ്ഞാൽ ഞാൻ വരാം. നമുക്കിത് രാവിലെ വിഷയത്തിലോട്ട് കയറുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഴത്തിൽ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, നീയാണെങ്കിൽ, നിന്റെ ഒരു വാക്കാണെങ്കിൽ, അത് എവിടമാകട്ടെ, അത് എന്തുമാകട്ടെ, അത് ഏത് സാഹചര്യമാകട്ടെ, ഐ ക്യാൻ മാനേജ് ഇഫ് ഇറ്റ് ഈസ് യു. ഒന്ന് കണ്ണടച്ച് കർത്താവിനോട് പറഞ്ഞാട്ടെ, നീയാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ, നീ എന്റെ ചാരയുണ്ടെങ്കിൽ, യേശുവേ ഒരു വാക്ക് മതി എൻ ജീവിതം മാറിടുവാൻ. സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ ഒരു വാക്ക് മതി എൻ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റും വേണ്ടിപ്പോ നിന്റെ
ക്ലാസിന്റെ ചിന്താവിഷയത്തിന്റെ പേര് പത്രോസിന്റെ എടുത്തുചാട്ടങ്ങൾ, ദ ലൈഫ് ആൻഡ് മെസ്സേജ് ഓഫ് പീറ്റർ. ഇതാണ് നമ്മുടെ വിഷയം. പത്രോസിന്റെ മെസ്സേജ് കിടക്കുന്നത് പത്രോസിന്റെ ലേഖനത്തിലാണ്. പത്രോസിന്റെ ലൈഫ് കിടക്കുന്നത് സുവിശേഷങ്ങളിലാണ്. പത്രോസിന്റെ ലൈഫാണ് പത്രോസിന്റെ മെസ്സേജ്, അത് സംശയം വേണ്ട. അങ്ങനെ ആയിരിക്കണം നമ്മുടേത്. മൈ മെസ്സേജ് ഈസ് മൈ ലൈഫ്, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. അത് ഗാന്ധി പറഞ്ഞു, നമ്മളത് പ്രാക്ടിക്കൽ ആക്കണം. പത്രോസിന്റെ എടുത്തുചാട്ടങ്ങൾ നമുക്കറിയാം. 10 മിനിറ്റ് മുമ്പ് കാറ്റ് പ്രതികൂലം, പടക് തിരകളാൽ വലഞ്ഞു, അവരുടെ പ്രതീക്ഷകൾ നശിക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ പടക് ഒത്തിരി ദൂരെയായിരുന്നു, കരയിലല്ല, കരയിൽ നിന്ന് വളരെ ദൂരം പോന്നിരുന്നു. അപ്പോൾ അത് ആ കടലിന്റെ മുകളിലൂടെ ഒരാൾ വരുന്നു. അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഒന്ന്, പ്രതികൂലമായ കാറ്റ്. 2, കഠിനമായ തിരമാല. 3, അസാധാരണമായ ഭയം. അവർ പേടിച്ച് നിലവിളിച്ചു. അപ്പോൾ കർത്താവ് പറയുകയാണ്, ധൈര്യപ്പെടുവീൻ, ഞാനാവുന്നു, പേടിക്കണ്ട. പെട്ടെന്ന് അവര് ചാർജായി. പെട്ടെന്നാ. അപ്പോൾ പത്രോസ്, അവിടെയാണ് നമ്മുടെ കഥാപുരുഷൻ വരുന്നത്. 12 പേരുണ്ട്. ആർക്കും തോന്നാത്ത ഒരു കാര്യം, ആദ്യം എന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? വല്ല വിധേനയും ഒന്ന് കരയ്ക്കെത്തിയാൽ മതിയായിരുന്നു. ഇറങ്ങിയത് മണ്ടത്തരായി. ഈ സമയത്ത് വരണ്ടായിരുന്നു, കാരണം നിർബന്ധിച്ചയച്ചു എന്ന് അതിന്റെ മുകളിലുണ്ട്. 22-ാം വാക്യത്തിൽ കർത്താവ് നിർബന്ധിച്ചയച്ചതാണ്. കാരണം അവർക്ക് ഇപ്പൊ പോകാനൊരു പ്ലാനില്ലായിരുന്നു. അതിന്റെ കാരണം ഒരു പക്ഷേ ആ 5 അപ്പത്തിലെ അത്ഭുതവും ബാക്കി വന്ന 12 കൊട്ടയൊക്കെ ആയിരിക്കും. കൃത്യം 12 ആയപ്പോ അത് അവർക്കുള്ളതല്ലേ. അപ്പോ ആ സമയത്ത് ഇങ്ങനെ നിർബന്ധിച്ച് അക്കരയ്ക്ക് വിട്ടത് അവർക്ക് അത്ര ഒരു സുഖമുള്ള കാര്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വല്ലാതെ ഭാരപ്പെട്ടു, ഭയപ്പെട്ടു, നിലവിളിച്ചു. ഇപ്പൊ എന്താ പ്രാർത്ഥന, അല്ലെങ്കിൽ ഈ നിലവിളി എന്താ നിങ്ങൾക്ക് വേണ്ടത്? കാറ്റൊന്ന് അടങ്ങണം, തിരമാലയൊന്ന് ഒടുങ്ങണം, അല്ലേ? എന്നാൽ പത്രോസ് വ്യത്യസ്തനാണ്. മണ്ടനാണെന്ന് ആളുകൾക്ക് തോന്നും. പക്ഷെ മണ്ടന്മാരെ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. തോമസ് ആൽവ എഡിസൺ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടനായിരുന്നു. ഒടുവിൽ ഒരു സ്കൂളിലും എടുക്കാതെയായി. ലാസ്റ്റ് പഠിച്ച സ്കൂളിലെ സാറ്, ഹെഡ് മിസ്സസ് ഒരു കത്തെഴുതി ഒട്ടിച്ചു കൊടുത്തു, മോനെ ഇത് മമ്മിയുടെ കൊടുക്കണമെന്ന് പറഞ്ഞു. മമ്മി ആ കത്ത് തുറന്ന് വായിച്ചു. മമ്മി എന്താ ടീച്ചർ എഴുതിയിരുന്നതെന്ന് ചോദിച്ചു. മോൻ നല്ല മിടുക്കനാ, അവനെ പ്രത്യേകം പഠിപ്പിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞ് ഏതോ ഒരു പുസ്തകത്തിലിരുന്ന് ആ കത്ത് അവന് കിട്ടി. ആ കത്തിൽ ഇതായിരുന്നു: ഈ കുട്ടിയെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, അവൻ പഠിക്കാൻ കഴിവില്ലാത്ത ഡിസേബിൾഡ് ആണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനത്തെ ആ മണ്ടൻ പൊട്ടൻ ഉണ്ടാക്കിയ ബൾബിന്റെ വെട്ടം കണ്ടോണ്ടാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. അങ്ങനെ കുറച്ച് പൊട്ടന്മാരെ ഈ തലമുറയിൽ ദൈവത്തിന് വേണമായിരുന്നു. കർത്താവേ, അത് ഞാനാകട്ടെ എന്ന് എത്ര പേര് ഇന്ന് രാവിലെ പറയും? പ്രൈസ്. സ്വന്തക്കാരുടെ മുമ്പിൽ പോർഷൻ, കൂട്ടുകാരുടെ മുമ്പിൽ പോർഷൻ, വീട്ടുകാരുടെ മുമ്പിൽ പോർഷൻ, ചിലപ്പോൾ മക്കളുടെ മുമ്പിലും പോർഷൻ,
അപ്പന്റെ മുമ്പിൽ ഭോഷൻ, മണ്ടൻ, പൊട്ടൻ. കർത്താവ് പറയുന്നു, അങ്ങനെ 1-2 പേരെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ 1-2 പേരെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു മനുഷ്യനെ തരൂ, സ്നാപക യോഹന്നാനെ പോലെ. എനിക്കൊരു മനുഷ്യനെ തരൂ, അബ്രഹാമിനെ പോലെ, ഏലിയാവിനെ പോലെ, പൗലോസിനെ പോലെ, സ്റ്റീഫനെ പോലെ ഒരാളെ തരൂ, എങ്കിൽ ഞാൻ ഭാരതത്തെ മാറ്റിമറിക്കാം. പത്രോസ് മണ്ടനായിരുന്നു. എന്റെ സഹോദരന്മാരെ, ഒത്തിരി മിടുക്കന്മാരൊന്നും വേണ്ട കേട്ടോ. ദൈവത്തിന് വേണ്ടത് മിടുക്കന്മാരെയല്ല, ദൈവത്തിന് വേണ്ടത് വിശ്വാസമുള്ളവരെയാണ്. കർത്താവേ, നീയാണെങ്കിൽ ഞാൻ വരാം. പത്രോസ് മാത്രമേ ഇത് പറഞ്ഞുള്ളൂ. ഈ സമയത്ത് നിങ്ങള് ബാക്കിയുള്ളവരുടെയൊക്കെ മുഖത്തോട്ടൊന്ന് നോക്കാവുന്ന മനസ്സിൽ ചിന്തിച്ചു നോക്കി. തോമസിന്റെയും അന്ത്രയോസിന്റെയും ഫിലിപ്പോസിന്റെയും ഒക്കെ മുഖത്തോട്ടൊന്ന് നോക്കാം. വിശേഷാൽ യൂദായുടെ ഒക്കെ മുഖത്തോട്ടൊന്ന് നോക്കാൻ പറ്റുമോ? അവർക്ക് ആ സമയത്ത് എന്തായിരിക്കും അവരുടെ ഫീലിംഗ്? അവർക്ക് ഒരു ഇറിറ്റേഷൻ ആയിരിക്കും അല്ലേ? ഇവൻ എന്താ ഈ പറയുന്നത്? എന്തവന് പറ്റിയത്? അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഒറ്റ വാക്ക് വന്നു. ആര് പറഞ്ഞു വരണ്ടാന്ന്? വേറെ ഒറ്റ വാക്ക്, വരിക, കം, ഇത്രേ കർത്താവ് പറഞ്ഞു. പത്രോസിന് അത് മതി. ഇപ്പൊ നമ്മൾ പാടിയതുപോലെ ഒരു വാക്ക് മതി. ആമേൻ. ഈ കഴിഞ്ഞ 3 മാസം മുമ്പ് റജി നാരായണൻ ഒരു മനോഹരമായ ഗാനം എഴുതി. അത് ട്യൂൺ ചെയ്ത് സ്റ്റുഡിയോയിൽ കൊടുത്തിരിക്കുക. പാട്ട് പുറത്തിറങ്ങിയില്ല. പക്ഷെ പുള്ളി ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുക. ആ സമയത്ത് പവർ വിഷനിൽ ഒരു ലൈവ് മീറ്റിംഗ് വന്നു. പുള്ളിക്ക് അത് പാടാതിരിക്കാൻ പറ്റിയല്ല. പുള്ളി ആ ഭാഗമാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പുള്ളി അവിടുത്തെ ലൈവ് ടീമിനോട് പറഞ്ഞു, ഇതൊന്ന് ട്യൂൺ ചെയ്തു പാടിക്കോളാൻ പറഞ്ഞു. അത് കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് സ്റ്റുഡിയോയിലുള്ളത് കേട്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ ആ ഒരൊറ്റ മെസ്സേജിലൂടെ ആ പാട്ട് കേട്ടു. ഒരു വാക്കുമതി. എത്ര മനോഹരമായ പാട്ടാണ്. പത്രോസ് പറയാ, എനിക്ക് വേറൊന്നും വേണ്ട, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പാടാം, നമുക്ക് ശ്രദ്ധിക്കാം, എനിക്ക് അധികമൊന്നും വേണ്ട, ഒറ്റ വാക്ക് മതി. കർത്താവ് പറഞ്ഞു, വരിക. പിന്നെ ഒന്നും ചോദിക്കുന്നില്ല. എങ്ങനെയാ വരേണ്ടത്, എവിടെയാ ചവിട്ടേണ്ടത്, ആദ്യം ഏത് കാല് കുത്തണം, എങ്ങനെ കൈ കുത്തണോ, കാല് കുത്തണോ, ഒന്നുമില്ല. നിന്റെ ഒരു വാക്ക് മതി. ഇത് കർത്താവിനെ പറ്റിയുള്ള ബോധ്യം, വിശ്വാസം, ഇതൊക്കെയാണ് അതിനകത്തുനിന്ന് വെളിപ്പെട്ടു വരുന്നത്. അവൻ ഇറങ്ങി. അടുത്തെന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. അവൻ വെള്ളത്തിന്മേൽ നടന്നു എന്ന് 29-ാം വാക്യം. നടന്നു. 30-ാം വാക്യം. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ. ഇതിനകത്തൊന്നും നമുക്ക് കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തില്ല. പ്രസംഗിക്കുമ്പം പറയാൻ കാറ്റ് എന്തിനാ നോക്കാൻ പോയത് എന്നൊക്കെ പറയാം. പക്ഷേ അനുഭവത്തിൽ വരുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്. പ്രസംഗിക്കുമ്പോൾ നമ്മൾ ഏലിയാവിനെയൊക്കെ കുറ്റം പറയാറുണ്ട്. ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും. പക്ഷെ നമ്മൾ അത് പ്രസംഗിക്കുമ്പോൾ ഏലിയാവോട് ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ വിവരം അറിയായിരുന്നു. കാറ്റ് കണ്ടു. അതെല്ലാം സ്വാഭാവികമാണ്. ഇതെല്ലാം ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന ഇതൊക്കെ ഉണ്ട്. നമ്മളൊരു സ്റ്റെപ്പ് വെക്കുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാകുന്നത് നിരാശപ്പെടുത്തുന്ന സാഹചര്യമാണ്. കർത്താവിന്റെ വാക്ക് മാനിച്ച് നമ്മൾ മുമ്പോട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നത് തളർത്തുന്ന സാഹചര്യം, നിരാശപ്പെടുത്തുന്ന സാഹചര്യമാണ്. കാറ്റ് കണ്ടു, മുങ്ങിത്തുടങ്ങി. അവൻ കാറ്റ് കണ്ടു, പേടിച്ചു, മുങ്ങിത്തുടങ്ങി. ഇത് തന്നെയാണ് ശുശ്രൂഷ. ഇത് തന്നെയാണ് ക്രിസ്തീയ ജീവിതം. എങ്ങനെയാ പാസ്റ്റർ ഇതിനെ ജീവിക്കുന്നേ?
അവിടെ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ എങ്ങനെയാ ജീവിക്കുന്നതെന്ന്. അവൻ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. അത്രേ ഉള്ളൂ അതിന് വഴി. ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് ഒരു പുതിയ തിയോളജി ഇല്ല. അതിന് നമുക്ക് ഗ്രീക്ക് ഒന്നും പഠിക്കണ്ട, വെറുതെ വായിച്ചാൽ മതി. അതെപ്പോഴും വിളിക്കാം, എപ്പോഴും വിളിക്കാം, എവിടെ വെച്ചും വിളിക്കാം, എവിടെ വെച്ചും വിളിക്കാം. കർത്താവേ എന്നെ രക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയിൽ നിൽക്കുന്നവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൂതാണ്. നമ്മൾ കർത്താവിൻ്റെ വാക്കനുസരിച്ച് ഒരു കാല് വയ്ക്കുമ്പോൾ നമ്മെ മുക്കിക്കളയുന്ന ഒത്തിരി വിഷയങ്ങൾ വന്നേക്കാം. ആ സമയത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ എന്ത് കണ്ടിറങ്ങി, ആരെ കണ്ടിറങ്ങി, എന്ത് കേട്ടിറങ്ങി. യേശുവിനെ കണ്ടിറങ്ങി, യേശുവിൻ്റെ വാക്കുകൊണ്ടിറങ്ങി. യേശുവിനെ തന്നെ വിളിക്കുക, വേറെ ആരെയെ വിളിക്കുക? ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ശുശ്രൂഷയിൽ കുറച്ച് പരിചയം വരും. ശുശ്രൂഷയിലൂടെ ലഭിച്ച കുറച്ച് റിലേഷൻസ്, ബന്ധങ്ങൾ വരും. പിന്നെ അവരുമായിട്ടായിരിക്കും നമ്മുടെ ഇടപാടുകൾ. വിശേഷാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വരും, ഒരു സംഘടന വരും. അതിൻ്റെ തലപ്പത്ത് കുറച്ച് ആളുകൾ ഉണ്ടാവും. അവരുമായിട്ടെല്ലാം നല്ല ബന്ധം നമ്മൾ കീപ്പ് ചെയ്യണം. പക്ഷേ നമ്മൾ നമ്മുടെ ആവശ്യം പറയേണ്ടത് ഇവരോടൊന്നും അല്ല. അവർക്കാർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റൂല. അവർക്കൊക്കെ ഈ ഭൂമിയിൽ ഒരു ജസ്റ്റ് സുഖമാണല്ലോ അല്ലേ എന്ന് ചോദിക്കാനേ പറ്റുള്ളൂ. അന്നേരം സുഖമാണെന്നല്ലാതെ അസുഖമാണെന്ന് ആരെങ്കിലും പറയുമോ? സുഖമാണോ എന്ന് ചോദിച്ചാൽ ഫോൺ വിളിച്ചിട്ട് സുഖമാണല്ലോ അല്ലേ, ആ സുഖമൊന്നും അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ സുഖം അല്ലെങ്കിൽ നമ്മൾ സുഖമെന്ന് പറയും, കാരണം അവർക്കെങ്കിലും ആശ്വാസമാകട്ടെ എന്നോർത്ത്. അപ്പോ മനുഷ്യർക്കാർക്ക് നമ്മളെ സഹായിക്കാനൊന്നും പറ്റത്തില്ല. പത്രോസ് ആരെ കണ്ട് ഇറങ്ങിയോ, ആരുടെ വാക്ക് കേട്ട് ഇറങ്ങിയോ അവനെ തന്നെ വിളിച്ചു. ഇപ്പോഴും നമുക്ക് മറ്റ് ശിഷ്യന്മാരുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ സാധിക്കണം. മറ്റ് ശിഷ്യന്മാർ എന്തായിരിക്കും പറഞ്ഞത്? ഈ പിള്ളേർ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഒരു കൈയും മറ്റേ കൈയും കൂടെ കൂട്ടിയടിക്കുകയല്ലേ, അതായിരിക്കും ഇപ്പൊ പടകിലിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവൻ കുറെ നാളായി തുടങ്ങിയിട്ട് എടുത്തിയായിട്ട് ആർക്കും കൊള്ളൂല എന്നൊക്കെ അവർ പറഞ്ഞിങ്ങനെ എൻജോയ് ചെയ്യുക പത്രോസിന്റെ തകർച്ച. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഒരു ശുശ്രൂഷകൻ തകരുമ്പോൾ ദുഃഖിക്കുന്നവരുടെ എണ്ണം കുറവാണ്. എഴുതി വെച്ചോ. ഒരു ശുശ്രൂഷകൻ പ്രയോജനപ്പെടുമ്പോൾ സന്തോഷിക്കുന്നവർ ഒത്തിരി കാണും. പക്ഷെ ഒരു ശുശ്രൂഷകൻ തകരുമ്പോൾ ദുഃഖിക്കുന്നവരുടെ എണ്ണം കുറവാണ്. അവനെ വീണ്ടും തകർക്കാൻ, അവനെ ഇല്ലായ്മ ചെയ്യാൻ പലരും 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 മുന്നോട്ട് വരും. എന്നാൽ അവനെ ഒരു വാക്കുകൊണ്ട് താങ്ങാൻ ആരും കാണത്തില്ല. യേശു മാത്രമേ കാണുള്ളൂ. ലോകത്തിലൊക്കെ വലിയ ദൈവദാസന്മാർക്ക് വീഴ്ച പറ്റി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? എന്താ തോന്നിയിട്ടുള്ളത്? ഒത്തിരി പ്രയോജനപ്പെട്ടവർക്ക് ഒരു പരിക്ക് പറ്റിയെന്നോ അല്ലെ വെറുതെ ഒരു കഥയാണെങ്കിലും ഫേസ്ബുക്കിലൂടെ വാട്സാപ്പിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ഫീലിംഗാ വരുന്നത്? പറയണ്ട, ചിന്തിച്ചാൽ മതി. ആ മനുഷ്യന് വേണ്ടി ഒന്ന് ഇടിവിൽ നിൽക്കാൻ പറ്റുമോ? കഴിഞ്ഞ വർഷം അറിയപ്പെടുന്ന ഒരാളെ പറ്റി ഒരു വലിയ ആരോപണം ഉണ്ടായി.
ആ സമയത്ത് ബ്രദർ PG വർഗീസ് ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിലിട്ടു. അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ ഇതൊന്നും ഞാൻ അന്വേഷിച്ചില്ല. പക്ഷെ ഞാനൊരു കാര്യം സഭയോട് പറയുന്നു, ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം സോഷ്യൽ മീഡിയ, പബ്ലിക് മീഡിയ, എല്ലാ മീഡിയയും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നു. വർഗീയ ഭ്രാന്തന്മാർ അദ്ദേഹത്തെ കടിച്ചു തിന്നാൻ ശ്രമിക്കുന്നു. ഇന്നലെ വരെ കർത്താവിന്റെ നാമത്തെ ഉയർത്തിയ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 1 മിനിറ്റ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ച് ഒരു കുറിപ്പിറക്കി. ഒരു അഭിഷിക്തൻ മുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരിക? അത് പുള്ളി മുങ്ങുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. തീ ഇല്ലാതെ പുക വരുമോ എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ പറയുമോ എന്നാ ചോദിക്കുന്നത്. തീ ഇല്ലാതെ പുക വരുമോ? എന്തേലുമൊക്കെ കാണുന്നേ. ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളെ നമ്മൾ കേൾക്കുന്നുള്ളൂ, അല്ലേ? നമുക്കറിയില്ലല്ലോ നമ്മളെങ്ങനെയാ വിധിക്കുന്നേ. നമുക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല കാര്യം, കർത്താവേ കരുണ കാണിക്കണമേ. ഒരു 1 മിനിറ്റ് പ്രയർ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ഭൂതങ്ങളുടെ തല എന്ന് പറഞ്ഞാൽ ഇവന് സേവയുണ്ടെന്നല്ലേ പറഞ്ഞേ? അല്ലേ? യേശു ഒരു മന്ത്രവാദിയാണെന്ന് പറഞ്ഞു. അതിക്കുള്ള അത്രയൊന്നും നമ്മളെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. യേശു ഒരു പക്ക കൂടോത്രക്കാരനാണെന്ന് പറഞ്ഞില്ലേ? ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് പറഞ്ഞില്ലേ? പൗലോസിനെ കുറിച്ച് പറയാൻ ഇനി ഒന്നുമില്ല, അതുപോലെ പറഞ്ഞു. പൗലോസ് സഹി കെട്ടിട്ട് കൊരിന്ത്യർ ലേഖനത്തിൽ അത് എഴുതിയല്ലോ. അപ്പോ ഇവിടെ മുങ്ങുന്ന പീറ്റർ, താങ്ങുന്ന യേശു, കേട്ടോ, കുറിച്ചു വെച്ചു. മുങ്ങുന്ന പത്രോസ്, താങ്ങുന്ന യേശു. എല്ലാ കാലത്തുമുള്ള അഭിഷിക്തന്മാർക്ക് ഈ ദൂത് എഴുതി വെക്കാം. നിന്റെ പ്രസംഗം കേട്ട് ആമേൻ പറഞ്ഞവരും, നിന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റ് കണ്ടിട്ട് ലൈക്ക് അടിച്ചവരും ആ കൈ നേരെ തിരിച്ചു പിടിച്ചടിക്കും അടുത്ത സെക്കൻഡിൽ. എന്നാൽ നീ മുങ്ങുമ്പോൾ കൈ നീട്ടിപ്പിടിക്കാൻ ഒറ്റയാളെ കാണുള്ളൂ, അവന്റെ പേര് യേശു. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ലോർഡ്. ഇപ്പോഴത്തെ ഈ ലൈക്കിന് ഒരു ഗുണം എന്നാണെന്നറിയോ? ഇങ്ങനെ വെച്ചാ ലൈക്ക്, ഇങ്ങനെ വെച്ചാ ഡിസ്ലൈക്ക്. എന്റെ കൊച്ചുമാർ ഇതൊക്കെ എന്നെ ഇങ്ങനെ കാണിച്ച് പഠിപ്പിക്കും. അപ്പൊ അത് സൂക്ഷിക്കണേ, ഇങ്ങനെ കൈ തിരിച്ചു പോയാ പോയി കേട്ടോ എന്ന്. അപ്പോ കാലം മാറി മാറ്റവേ, എത്ര പെട്ടെന്ന് നമുക്ക് ഒരാളെ ഇഷ്ടമില്ലെന്ന് പറയാൻ. ദൈവത്തിന് മഹത്വം. യൂട്യൂബിലെ സന്ദേശം കേട്ടിട്ട് ലൈക്ക് അടിച്ചവർ അടുത്ത സെക്കൻഡിൽ ആ കൈ തിരിച്ചു വയ്ക്കും. എന്നാൽ നാം നിലവിളിക്കുമ്പോൾ നമ്മുടെ ശുശ്രൂഷ അനുഭവിച്ച് ആരും ഉണ്ടാവില്ല. നാം നിലവിളിക്കുമ്പോൾ നമ്മളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചവൻ മാത്രമേ കാണുള്ളൂ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അതെ, എനിക്ക് ഒത്തിരി പറയാനുണ്ടെങ്കിലും വീണ്ടും ഒരു 1-2 മിനിറ്റ് നമ്മൾ ആ റെജി നാരായണൻ പാസ്റ്ററുടെ ആ പാട്ടൊന്ന് പാടാൻ നമുക്ക്. എബിൻ അറിയാവോ മോനെ? ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. എന്റെ പൂരയ്ക്കകത്തു വരാൻ ഞാൻ
എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ കൂരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. പത്രോസ് നിലവിളിച്ചു. 31 വാക്യം. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. കർത്താവിന്റെ കൈ എത്തുന്ന ദൂരത്തിൽ ആയിരുന്നു അല്ലേ പത്രോസ്? നമ്മളോ? ചോദ്യം. കർത്താവിന്റെ കൈ എത്തുന്ന ദൂരത്തിലായിരുന്നു പത്രോസ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, കർത്താവിന്റെ കണ്ണെത്തുന്ന ദൂരത്തായിരുന്നു പത്രോസ്. മഹാവിരോധിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് യേശു നോക്കിയപ്പോൾ പത്രോസ് അത് കണ്ടു. അവന്റെ കണ്ണിന് മറഞ്ഞ് പത്രോസ് നിന്നിട്ടില്ല, തള്ളിപ്പറഞ്ഞെങ്കിലും അവൻ നോക്കിയാൽ ആ നോട്ടം തിരിച്ചറിയാവുന്ന ഡിസ്റ്റൻസ് അവൻ കീപ്പ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ കൈ നീട്ടി പിടിച്ചു, കൈ എത്തുന്ന ദൂരത്തായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ദൂതുണ്ട്. അവന്റെ കൈയെത്താത്ത ദൂരം ഏതാ ഉള്ളേ? അവന്റെ കൈയെത്താത്ത നാട് ഏതാ ഉള്ളേ? അവന്റെ കൈയെത്താത്ത വീട് ഏതാ ഉള്ളേ? അവന്റെ വാക്കിന് ഇറങ്ങിയവനെ കൈനീട്ടി പിടിക്കാൻ അടുത്ത ദൂരത്തിൽ അവനുണ്ട് കേട്ടോ. അവന്റെ വാക്ക് കേട്ടിറങ്ങിയവനെ കൈ നീട്ടി പിടിക്കാവുന്ന ഒരു കൈയുടെ അടുത്തവനുണ്ട്, ഒരൊറ്റ കൈ ദൂരത്തിൽ അവനുണ്ട്. ഹല്ലേലൂയ ജീസസ്. ഇവിടെ അതിശക്തമായ മറ്റൊരു ദൂതും കൂടിയുണ്ട്. ആരും ചെയ്തിട്ടില്ലാത്തത് ചെയ്യണമെങ്കിൽ ആരും കേട്ടിട്ടില്ലാത്തത് കേൾക്കണം. എത്ര പേർക്ക് മനസ്സിലായി? ആരും ചെയ്തിട്ടില്ലാത്തത് ചെയ്യണമെങ്കിൽ ആരും കേട്ടിട്ടില്ലാത്തത് കേൾക്കണം. പത്രോസിനെ കളിയാക്കി കാണും, ഒത്തിരി കളിയാക്കി കാണും. അവർ കളിയാക്കി അങ്ങ് എൻജോയ് ചെയ്ത് കാണും. പക്ഷെ ഒരു ചരിത്രം എഴുതുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇവരാരും വെള്ളത്തിന്റെ മുകളിൽ നടന്നിട്ടില്ല. പത്രോസ് മാത്രമേ നടന്നിട്ടുള്ളൂ. നിങ്ങൾ ആയുസിൽ കുറെ പേരെ കളിയാക്കിയിട്ടുണ്ടാവും, പക്ഷെ ഞാൻ കുറച്ചു നേരെങ്കിലും വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാരും ചെയ്യുന്നത് ചെയ്യാനാണോ പ്ലാന്? അതോ വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യാനാണോ? പ്രൈസ് ദി ലോർഡ്. വ്യത്യസ്തമായി ചെയ്യാന്ന് പറഞ്ഞാൽ മാജിക് കാണിക്കണമെന്നല്ല, കോമഡി കാണിക്കണമെന്നല്ല. പക്ഷെ ആരെയും നമ്മൾ കോപ്പി ചെയ്യണ്ടെന്നേ. അവരൊക്കെ അത് ചെയ്തു, ഇവരൊക്കെ അത് ചെയ്തു, അതുകൊണ്ട് എനിക്കത് ചെയ്യണം. നോ, എന്തെങ്കിലും ഒന്ന് വേറൊന്ന് ചെയ്യാൻ എന്റെ കർത്താവേ എന്നെ സഹായിക്കണേ. കർത്താവ് കാണിച്ചു തരുമെന്നേ. കോവിഡ് കാലത്തും വാതിലുകൾ തുറന്നു കിടക്കാതെ അനുവദിച്ചാൽ നാളെ 2-3 പേരുടെ സ്നാനമുണ്ട്. നമുക്ക് യാതൊരു പരിചയമില്ല, ഒരു കൂട്ടായ്മയ്ക്ക് ഇതുവരെ പോകാത്തവരാണ്. ഓൺലി ഓൺലൈൻ മീറ്റിംഗ്. കുറച്ച് കഴിയുമ്പോൾ അത് ആരാന്നൊക്കെ വെളിപ്പെടുത്താം. അവരൊക്കെ ഇച്ചിരി ഫേമസ് ആളുകളായതുകൊണ്ട് ഇപ്പൊ വെളിപ്പെടുത്തണ്ടെന്ന് പറഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. താങ്ക് യു ജീസസ്. അപ്പോ ബി എ ഡിഫറൻറ്റ്, വ്യത്യസ്തനാകുക കേട്ടോ. ദൂത് ഈ ഭാഗത്തു നിന്നുള്ള മെയിൻ മെസ്സേജ് ഇതാണ്: വ്യത്യസ്തനാകുക. പ്രാർത്ഥനയിൽ വ്യത്യസ്തൻ, വചനധ്യാനത്തിൽ വ്യത്യസ്തൻ, ബിഹേവിയറിൽ വ്യത്യസ്തൻ, ഭാഷയിൽ വ്യത്യസ്തൻ, നോട്ടത്തിൽ വ്യത്യസ്തൻ,
കർത്താവേ എന്നെ വ്യത്യസ്തനാക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് എന്നെ സന്തോഷമാണെന്നറിയോ? കാരണം നിങ്ങളുടെ കയ്യിൽ ഈ വരയില്ലേ, ഈ വര നിങ്ങളുടെ മക്കൾക്കില്ല. അതുകൊണ്ടാണല്ലോ ഇതുകൊണ്ട് സൈൻ ചെയ്യുമ്പോൾ ഭയങ്കര വാല്യുബിൾ അല്ലേ. അപ്പൊ യു ആർ ഡിഫറെന്റ് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി കുറച്ചുകൂടെ കാലം മുമ്പോട്ട് പോകുമ്പോൾ പാസ്പോർട്ടും വേണ്ട, ID കാർഡും വേണ്ട, വിരല് മതി. ഞാനൊക്കെ യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ വൈഫ് ചോദിക്കും, പാസ്പോർട്ട് എടുത്തോ, ടിക്കറ്റ് എടുത്തോ, അതെടുത്തോ, ഇതെടുത്തോ. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ വിരലെടുത്തോ എന്ന് ചോദിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. യു ആർ ഡിഫറെന്റ്. നീ വ്യത്യസ്തനാണ്. എങ്കിൽ നിന്നെ കൊണ്ട് വ്യത്യസ്തമായത് ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്ന് വിശ്വസിക്കാമെങ്കിൽ സ്തോത്രം ചെയ്തത് അങ്ങ് സ്വീകരിച്ചോണം. ഒന്നും പിന്നത്തേക്ക് വെക്കരുത്. വ്യത്യസ്തമായി ചിലത് ചെയ്യാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പത്രോസ് ഈ കാര്യം അടുത്തിരുന്ന ഒരാളോട് ചോദിച്ചെങ്കിലോ? ഇവരെല്ലാം അടുത്തല്ലേ ഇരിക്കുന്നത്, മുട്ടി ഉരുമിയല്ലേ ഇരിക്കുന്നത്. അന്ന് ഇതില്ലല്ലോ, സോഷ്യൽ ഡിസ്റ്റൻസ് ഇല്ലല്ലോ. പ്രത്യേകിച്ച് എല്ലാം ഈ ചെറുപ്പക്കാരും അല്ലേ, തോളെ കൈയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിലൊരാളോട് ചോദിക്കുക, എടവേ നമുക്കന്ന് ഇറങ്ങിയാലോ? നടക്കുവോ? നടക്കില്ല. ബി എ ഡിഫറൻസ്. ആരോട് ചോദിച്ചാലും സപ്പോർട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ഒരാഴ്ചയേ ഉള്ളൂ. ആരെങ്കിലുമൊക്കെ കുറ്റം പറയുമെന്ന് ഓർത്തോണ്ടിരുന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാത്തവർ, ഒരു കുറ്റവുമില്ലാത്ത ആൾക്കാരുണ്ട്. എവിടെയാണെന്നറിയോ? സെമിത്തേരിയിൽ. അവർ യാതൊരു വഴക്കുമില്ല, ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഉണ്ടെന്നാ. പ്രൈസ് ദി ലോർഡ്. എത്രയായിരം തെറ്റുകൾ വരുത്തിയിട്ടാണ് ഓരോരുത്തരും ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്. ദൈവത്തിന് മഹത്വം. ആരെങ്കിലുമൊക്കെ ചെയ്തോണ്ട് ആയുസ് തീർക്കരുത്. ഒറ്റ ആയുസേ ഉള്ളൂ. കർത്താവിന് വേണ്ടി വ്യത്യസ്തരായി നമുക്ക് നിൽക്കാം. എന്തെങ്കിലുമൊക്കെ പറയുന്നേ. കാരണം ഒരു പണിയില്ലല്ലോ മനുഷ്യർക്ക്. അതുകൊണ്ട് ആളുകൾ അത് ഇതൊക്കെ പറയും. കാരണം അവർക്ക് വർക്കില്ല, അവർക്ക് ടോക്കേ ഉള്ളൂ. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വർക്ക് ചെയ്യുന്നവർക്ക് പറയാൻ ധൈര്യമില്ലല്ലോ, അവർ വർക്ക് ചെയ്യും. പത്രോസ് അവരോട് ചോദിച്ചാൽ നോന്ന് പറയല്ല, കളിയാക്കി കൊല്ലും. ഓക്കെ, പത്രോസിനോട് തന്നെ ചോദിച്ചാലോ? നോ. ഒരു മിസ് കോൾ അടിച്ച് വൈഫിനോട് ചോദിച്ചാലോ? എന്റെ പൊന്നച്ചാ വെള്ളത്തിലാക്കല്ലേ എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. പത്രോസ് യേശുവിനോട് മാത്രമേ ചോദിച്ചുള്ളൂ. യേശു പറഞ്ഞു ഓക്കെ. യേശു മാത്രമേ ഈ സാഹസങ്ങൾക്ക് കൂട്ടുനിൽക്കുള്ളൂ കേട്ടോ. കേൾക്കുന്നുണ്ടോ? യേശു മാത്രമേ പുതിയ കാൽവെപ്പുകൾക്ക് നിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. ജീസസ്. യേശു മാത്രമേ പുതിയ കാൽവെപ്പുകൾക്ക് നിന്റെ കൂടെ നിൽക്കുകയുള്ളൂ. വേറെ ആരും നിൽക്കില്ല. കാരണം അവർക്കെല്ലാം പേടിയാ. എന്ത് പേടി? ഫിയർ ഓഫ് ഫെയിലിയർ, തോൽവിയെ കുറിച്ചുള്ള ഭയം. കുട്ടികൾ ചെറുപ്പത്തിൽ കസേരയുടെ മുകളിൽ കയറാൻ ശ്രമിക്കും. അതിനെക്കുറിച്ച് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന സാറ് പറഞ്ഞത്, ഉയരങ്ങളിലേക്ക് പോകണമെന്ന് അതിന്റെ ബ്ലഡിലുണ്ട്, അതുകൊണ്ട് അത് പിടച്ച് മുകളിലോട്ട് കയറുന്നു. ഉടനെ നമ്മൾ പറയും താഴെ ഇറങ്ങടാ. പിള്ളേര് മേശ കയറുമ്പോൾ നോക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ പറയുന്നത് വീഴും കയറരുത്
വീഴുകയല്ലെന്നേ. അതുങ്ങൾക്ക് ധൈര്യം ഉള്ളതുകൊണ്ടല്ലേ അതുങ്ങൾ കയറുന്നത്. അഥവാ വീണാലും ഒന്നും പറ്റിയല്ലെന്നേ. നമ്മൾ വീഴാൻ നോക്കിയാൽ മതി. പിള്ളേർ വീണാൽ ഒരു കുഴപ്പമില്ല. ഡബിൾ വീടായി സംഗതി തീരും. അപ്പൊ മുകളിലോട്ടെന്നാ പിള്ളേരുടെ മനസ്സിൽ കിടക്കുന്നത്. നമ്മളത് പറഞ്ഞ് താഴോട്ട് 5 വയസ്സായപ്പോഴത്തേനും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുക, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകാൻ എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ നടത്താൻ തയ്യാറാകുക, പുതിയ കാൽവെപ്പുകൾ നടത്താൻ തയ്യാറാകുക. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞ് മേശയിലോട്ട് കയറുകയെന്നിരിക്കട്ടെ, പക്ഷെ നമുക്ക് സമയമില്ല. അതാ നമ്മുടെ ഒരു പ്രശ്നം. നമ്മൾ ഉടനെ നോക്കി നിൽക്കണം. വല്ലാതെ കാലൊക്കെ കുഴഞ്ഞ് താഴോട്ട് പോകുന്ന ലക്ഷണം കാണുമ്പോൾ ചാടി പിടിച്ചേച്ച് പറയണം, മോൻ എന്നോട് ട്രൈ ചെയ്താൽ കയറാൻ പറ്റും എന്ന് പറയാവോ നോക്കി. പ്രൈസ് ദി ലോർഡ്. യേശു മാത്രമേ സാഹസങ്ങൾക്ക് കൂട്ടുനിൽക്കുകയുള്ളൂ. പുതിയ കാൽവെപ്പുകൾക്ക് നിന്റെ കൂടെ നിൽക്കാൻ അവൻ കാണും, വേറെ ആരും കാണില്ല. പത്രോസിന്റെ ഒന്നാമത്തെ എടുത്തുചാട്ടമാണ് നമ്മളിവിടെ കണ്ടത്. എത്രയോ നല്ല പാഠങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് ദൈവം തന്നത്. നമുക്ക് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആമേൻ. രണ്ടാമത്തെ ഭാഗത്തേക്ക് ഓടിപ്പോകാം. 17-ാം അധ്യായം, മത്തായി സുവിശേഷം 17-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. ഇതാണ് രണ്ടാമത്തെ എടുത്തുചാട്ടം ഞാൻ നോക്കി എൻ്റെ പഠനത്തിൽ കണ്ടത്. മോശയും ഏലിയാവും അവരെ ഇവിടെ ഒരു അക്കോമഡേഷൻ കൊടുക്കാമെന്നൊക്കെ പ്ലാൻ ഇടുക എന്നൊക്കെ പറഞ്ഞ മണ്ടന്മാർക്കല്ലാതെ ആർക്കെങ്കിലും പറ്റും? എത്രയോ കാലം മുമ്പ് പോയവരാ. അവർക്ക് ഇവിടെ ഒരു താമസത്തിനുള്ള സൗകര്യം, ഒരു ചെറിയ ബാത്റൂമും ഒരു ചെറിയ കട്ടിലും ഒക്കെ ഞാനിപ്പോൾ പെട്ടെന്ന് ശരിയാക്കാമെന്നാണ് പറയുന്നത്. കർത്താവിന് ഭയങ്കര സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ. ഇവൻ്റെ തന്നെ താക്കോൽ കൊടുക്കാം, ഇവനെ തന്നെ അപ്പോസ്തോലിക ശുശ്രൂഷയിൽ നിർത്തണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ചെയ്യും എന്നറിയാതെ എന്തും ചെയ്യാനുള്ളൊരു മനസ്സ് അല്ലേ? കാരണം എന്നാ? കർത്താവ് കൂടെ ഉണ്ട്. അതുകൊണ്ടാണ്. ഒരു കാര്യം ഉറപ്പാ, എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാനൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ അതിങ്ങനെ എഴുതും. എനിക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയും എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോരം കഴിവുണ്ടെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കഴിവ് 0. പക്ഷെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ കഴിയാത്തെ? ഇത് മനസ്സിലാക്കിയ പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുയേശു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. കർത്താവിനോടൊരു മനുഷ്യൻ ചോദിച്ചു, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ? കർത്താവിന്റെ മറുപടി, വല്ലതും കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് സകലവും സാധിക്കും. ഞാനിവിടെ 3 കുടിലുണ്ടാക്കാം. നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞാനിവിടെ 3 കുടിലുണ്ടാക്കാം. വേറെ ആർക്കും തോന്നിയില്ലല്ലോ. ചോദ്യങ്ങൾ: നിനക്ക് സാധിക്കുമോ? നിന്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഉണ്ടോ? ടൂൾസ് ഉണ്ടോ? ഇതൊന്നും ചിന്തിച്ചില്ല, അങ്ങ് പറഞ്ഞതാ. മണ്ടത്തരമാണത്. നടക്കില്ല. പക്ഷെ കർത്താവ് അതിന് പറയുന്ന മറുപടി,
പെട്ടെന്ന് പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാരത് കേട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. യേശു അടുത്ത് ചെന്നവരെ തൊട്ടു. എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തലപൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. കർത്താവ് അവനെ പരിഹസിക്കുകയോ പുച്ഛിക്കുകയോ നീ എന്ത് മണ്ടത്തരം മോനെ പറഞ്ഞെന്നൊന്നും ചോദിച്ചില്ല. ആ പറഞ്ഞതൊക്കെ അബദ്ധത്തിന്റെ ഭാഗങ്ങളാണ്, എടുത്തുചാട്ടത്തിന്റെ ഭാഗങ്ങളാണ്. ഇങ്ങനെയുള്ള സ്വഭാവക്കാർക്ക് ഒത്തിരി അബദ്ധങ്ങൾ പറ്റും. പക്ഷേ കർത്താവ് കൂടെയുള്ളത് കൊണ്ട് ആ അബദ്ധത്തെ ഹൈലൈറ്റ് ചെയ്തില്ല. ഓക്കെ, ആ അബദ്ധത്തെ അടിവരയിട്ടില്ല. അതങ്ങ് മനുഷ്യ മനസ്സിൽ നിന്ന് മറക്കത്തക്കവണ്ണം വേറെ സബ്ജക്റ്റിലോട്ട് കർത്താവ് മാറ്റി. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പി എന്ന് പറഞ്ഞാൽ മോശയല്ല, ഏലിയാവല്ല, കുടിലുണ്ടാക്കലല്ല. ഇപ്പൊ ആവശ്യം യേശുവിനെ ഒന്നുകൂടെ അറിയുക. അതാണ് ഇവിടെ ആവശ്യം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, കർത്താവിനെ ഒന്നുകൂടെ അടുത്ത് അറിയാനുള്ള സമയമാണ് ഇതെന്നാ കർത്താവ് പറയുന്നത്, സ്വർഗം പറയുന്നത്. എന്നോട് പറയാം, നിങ്ങളുടെ കൂടെ തിന്നും കുടിച്ചും യാത്ര ചെയ്തും നടക്കുന്ന ഈ സാധാരണ മനുഷ്യൻ ആരാന്നറിയാമോ? അവൻ എൻ്റെ പ്രിയപുത്രനാണ്. ഇവന് ചെവി കൊടുക്കണം. അവൻ മോശയേക്കാൾ വലിയവനാണ്, അവൻ ഏലിയാവിനേക്കാൾ വലിയവനാണ്. അവന് ചെവി കൊടുക്കുക. നിങ്ങളുടെ വിശ്വാസം യേശുവിൽ ഉറപ്പാക്കാൻ പിതാവായ ദൈവം ഇവിടെ സംസാരിക്കുന്നു പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും. ഇവിടെ നിന്ന് നമ്മൾ പത്രോസിന്റെ ലേഖനത്തിലോട്ട് ചെല്ലുമ്പോൾ പത്രോസ് ഈ കാര്യം പറയുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിൽ അല്ല. അത് എഴുതിയിരിക്കുന്നത് 2 പത്രോസ് 1-ാം അധ്യായം 16-17 വാക്യങ്ങളാണ്. വായിക്കാമോ? ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ആമേൻ. വർഷങ്ങൾ കഴിഞ്ഞ് ലേഖനം എഴുതുമ്പോൾ ആ മണ്ടത്തരത്തിന്റെ ഇടയിൽ കേട്ട ശബ്ദം, ഓക്കെ, ആ മണ്ടത്തരത്തിന്റെ ഇടയിൽ കേട്ട ശബ്ദം അദ്ദേഹം എഴുതി വെച്ചു ലേഖനത്തിൽ. മണ്ടത്തരം മറന്നുപോയി, ദൈവശബ്ദം ഓർത്തിരിപ്പുണ്ട്. നമ്മളൊക്കെ ശുശ്രൂഷയിൽ എന്തെല്ലാം മണ്ടത്തരം കാണിച്ചു കാണും. പക്ഷെ ഓർക്കാൻ ചില അനുഭവങ്ങൾ, കുറിച്ചിടാൻ ചില അത്ഭുതങ്ങൾ ദൈവം അതിനകത്തും നമുക്ക് തരാതിരിക്കുകയില്ല. പത്രോസ് ലേഖനത്തിൽ പറയുകയാണ്, ഞാൻ ഇതൊക്കെ പറയുന്നത് കെട്ടുകഥയുടെ അടിസ്ഥാനത്തിലല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷിയായിട്ടാണ്. എന്ന് മാത്രമല്ല, ഞാനൊരു ശബ്ദവും കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും ലഭിച്ചു. ഇങ്ങനെ പത്രോസിന്റെ അബദ്ധങ്ങളിലൂടെ ഒത്തിരി പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. കർത്താവിനെ അവന്റെ മഹത്വത്തിൽ കാണാൻ നമുക്കിട വരട്ടെ. മഹത്വത്തെക്കുറിച്ച് 1-2 വാക്ക് പറഞ്ഞിട്ട് പോകാം. ഇതുവഴി വന്നപ്പോൾ പറഞ്ഞില്ലേ, പിന്നെ എപ്പോ പറയും. ദാവീദ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തെ പോലെ ഈ ദൈവ സാന്നിധ്യവും ദൈവ തേജസ്സും അനുഭവിച്ചിട്ടുള്ള വേറെ ആളുകൾ പഴയ നിയമത്തിലുണ്ടോ സംശയമാണ്. മോശ അതിനുവേണ്ടി കൊതിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്.
ദാവീദിന്റെ സങ്കീർത്തനങ്ങളെ ഒരു പുനർവായന നടത്തണം. ദാവീദ് ഏറ്റവും കൊതിച്ചത് എന്താണ്? ദാവീദിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അത് അസാധാരണമായ ഒരു ചിന്തയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തിപരമായി കർത്താവ് ഇടപെട്ടപ്പോൾ ഞാനത് പിന്നെയും പിന്നെയും നോക്കി. 27-ാം സങ്കീർത്തനം, അതിന്റെ 4-ാമത്തെ തിരുവചനം, അതിനുശേഷം 63-ാമത്തെ സങ്കീർത്തനം, അതിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ. ഇത് രണ്ടും നമുക്കൊന്ന് നോക്കാം. ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനു തന്നെ. എന്തൊരാഗ്രഹമാണ്! എനിക്കൊരു ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. അത് യഹോവയുടെ മനോഹരത്വം, മഹത്വം അവിടെ ഉദ്ദേശിക്കുന്നത്, തേജസ് അവിടെ ഉദ്ദേശിക്കുന്നത്. എനിക്കതേ ഉള്ളൂ ആഗ്രഹം. അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം, എന്റെ ആയുഷ്കാലമൊക്കെ യഹോവയുടെ ആലയത്തിൽ പാർക്കണം. എന്തൊരാഗ്രഹം, എന്തൊരാഗ്രഹം! ആ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള മോഹം, മഹത്വത്തിന് വേണ്ടിയുള്ള ദാഹം, തേജസ്സിന് വേണ്ടിയുള്ള കൊതി. 63-ന്റെ 1 നോക്കൂ. ദൈവമേ, നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. എന്ത് കാണാനായിരിക്കുന്നേ? ദൈവത്തിന്റെ ബലവും മഹത്വവും കാണുക. എവിടെയായിരിക്കുന്നേ? വിശുദ്ധ മന്ദിരത്തിൽ. 27-ന്റെ 3-ൽ മന്ദിരത്തിൽ ഇരിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ 63 വന്നപ്പോൾ മന്ദിരത്തിനും അപ്പുറത്ത് ദൈവത്തിന്റെ മഹത്വം മന്ദിരത്തിൽ ഒതുങ്ങുന്നതല്ലെന്നൊരു ബോധ്യം അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. മന്ദിരത്തിൽ ഇരിക്കുക, പക്ഷെ കണ്ടില്ല. മന്ദിരത്തിനപ്പുറം, അഥവാ മന്ദിരത്തിന്റെ അകത്തേക്ക് ഇനിയും വെളിപ്പെട്ടു വരുവാനുള്ളൊരു മഹത്വം കൊതിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടോ? നമ്മുടെ ആയുസ്സിൽ മഹത്വം കാണാൻ ഒരു കൊതി ഉണ്ടാവട്ടെ, തേജസ്സിലേക്ക് നടത്തപ്പെടുവാൻ. നമ്മുടെ ശുശ്രൂഷ അതാവട്ടെ. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതെന്ന് കൊരിന്ത്യലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. തേജസ്സേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം വിളിക്കപ്പെട്ടവരാണ്. തെസ്സലോനിക്ക ലേഖനം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. മഹത്വം, കർത്താവിന്റെ മഹത്വം കാണണം, അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം, തേജസ് കാണണം, ദർശനം കാണണം. ഇതായിരിക്കട്ടെ നമ്മുടെ സ്വപ്നം. മോശ ദൈവത്തോട് കരഞ്ഞു പറഞ്ഞു, കരഞ്ഞു വാവിട്ട് കരഞ്ഞു, നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ. നമുക്ക് ഇന്നത്തെ രാവിലെ ഏകദേശം 1 മണിക്കൂർ ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മളായിരുന്നു. കർത്താവിനോട് നിലവിളിച്ചു പറയാം, കർത്താവേ, അവിടുത്തെ സാന്നിധ്യം, നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം, നിന്റെ തേജസ് ഞങ്ങളെ കാണിക്കണം, നിന്റെ മഹത്വം ഒന്നുകൂടെ കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ കർത്താവേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നാം എത്രത്തോളം ദൈവ തേജസ് അനുഭവിക്കുമോ അത്രത്തോളം നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരും.
കർത്താവ് തന്റെ അപ്പോസ്തലന്മാരെ വിളിച്ചപ്പോൾ 3 കാര്യമാണ് ഏൽപ്പിച്ചത്. 3 കാര്യത്തിന് വേണ്ടിയാണ് വിളിച്ചത്. ഓർമ്മയുണ്ടോ? 1, തന്നോട് കൂടെ ഇരിപ്പാൻ. 2, പ്രസംഗിക്കുക. 3, ഭൂതങ്ങളെ പുറത്താക്കാൻ. ഇതിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഏതോ ഒരു കൂട്ടുവേലക്കാരനോട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ 3-ൽ 1 നമ്മളിപ്പോ ചെയ്യുന്നുള്ളൂ. അതെന്തുവാ? പ്രസംഗം. കർത്താവ് വിളിച്ചത് 3 കാര്യത്തിന് വേണ്ടിയാ. 1, അവന്റെ കൂടെ ഇരിക്കാൻ. 2, പ്രസംഗിക്കാൻ. 3, ഭൂതങ്ങളെ പുറത്താക്കാൻ. ഇതിൽ പ്രസംഗം മാത്രമേ നടക്കുന്നുള്ളൂ. മറ്റേത് നടക്കാത്തത് കൂടെ ഇരിക്കാത്തതുകൊണ്ട്. കൂടെ ഇരിക്കുന്ന സമയം വർദ്ധിപ്പിക്കട്ടെ, അപ്പോൾ മഹത്വം ദർശിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ശുശ്രൂഷയിൽ മഹത്വം ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ശുശ്രൂഷയിൽ തേജസ് ഇറങ്ങാൻ തുടങ്ങും. നമ്മളെ ഈ വേദഭാഗങ്ങളെല്ലാം വായിച്ച് അങ്ങനെ അതിവേഗത്തിൽ സൂപ്പർ ഫാസ്റ്റ് പോലെ പോയിട്ട് എന്താ കാര്യം? ഒരു നിമിഷം കൂടെ കണ്ണുകൾ അടച്ചാട്ടെ. കർത്താവേ, മഹത്വം കാണാൻ എന്നെ അനുവദിക്കണമേ. തേജസ്സേറിയൊരു ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഒരു കൂടിക്കാഴ്ച, മഹത്വത്തിന്റെ ഒരു ദർശനം, തേജസ്സിന്റെ ഒരു സ്പർശനം, നിൻ സന്നിധാനത്തിൻ സന്തോഷമെൻ ബലം, നിൻ മുഖകാന്തിയാൽ എന്നും നിത്യാനന്ദം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. എന്നും നിത്യാനന്ദം, സന്നിധാനത്തിൽ സന്തോഷമംഗളം, നിൻ സന്നിധാനത്തിൽ സന്തോഷമംഗളം, നിൻ മുഖകാന്തിയാ എന്നും നിത്യാനന്ദം, നിൻ മുഖകാന്തിയാ എന്നും നിത്യാനന്ദം. പിതാവേ, ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഓരോ ഡിവൈസിലും ഇരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവ തേജസ്സിന്റെ ഒരു ദർശനം ഇന്ന് ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന എല്ലാവർക്കും നൽകണം. ആ കൊതി ഒന്ന് വർദ്ധിപ്പിക്കണം. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നതിന് എനിക്കേറെ ഇഷ്ടം. ഈ ലോകത്തിൽ എല്ലാറ്റിനേക്കാളും നല്ലത് ഇവിടെ ഇരിക്കുന്നത് നല്ലതെന്ന് പത്രോസ് പറഞ്ഞതുപോലെ ആ തേജസ്സിന്റെ, മഹത്വത്തിന്റെ, ദൈവ സാന്നിധ്യത്തിന്റെ ആ ബോധ്യം, ഉൾക്കാഴ്ച പിന്നെയും തന്ന് ഞങ്ങളെ സഹായിച്ചാലും യേശുവിൻ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് തരാനും ഇത് നമ്മളെ കാണിക്കാനും കർത്താവിന് ഇഷ്ടമാണെന്ന് നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ 63-ാം സങ്കീർത്തനം ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിത്രം, ദൈവം കുറെ നാളായിട്ട് ചുറ്റിക്കറങ്ങി നോക്കുക, ഊടാടിക്കറങ്ങി നോക്കുവാണ്. എൻ്റെ ബലം ഒന്ന് കാണിക്കണം, അതിനൊരു മനുഷ്യനെ വേണം. അപ്പോഴാണ് ദാവീദിനെ കണ്ടത്. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. അങ്ങനെ ഏകാഗ്രതയോടെ നോക്കിയിരിക്കുന്നവരെ തൻ്റെ ബലം കാണിക്കാൻ ദൈവത്തിനും ഇഷ്ടമാണ്. നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചിരിക്കും. നമുക്കതാണ് വലുതെങ്കിൽ നമുക്കത് ലഭിക്കും. നമുക്കത് ലഭിച്ചാൽ നാം തൃപ്തരാകും. ഈ ദൈവസാന്നിധ്യത്തോളം മനോഹരമായ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ശുശ്രൂഷകന്മാർക്ക് വേണ്ടി ഒരു മീറ്റിംഗ് ഇതേ പ്ലാറ്റ്ഫോമിൽ നടത്തി. ഡോക്ടർ ഡി ജോഷുവ എന്ന 77 വയസ്സുകാരൻ, IAS പരീക്ഷ ജയിച്ച മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ കണ്ടതിലേക്ക് നല്ല ബ്യൂട്ടി പാർലർ കർത്താവിന്റെ സന്നിധിയാണ്. ഞാൻ കണ്ടതിലേക്ക് നല്ല ബ്യൂട്ടി പാർലർ കർത്താവിന്റെ സന്നിധിയാണ്. ബ്യൂട്ടി പാർലറിൽ പോണത് മുഖം മിനുക്കാനല്ലേ?
മോശ ദൈവസനിൽ ഇറങ്ങി വന്നപ്പോൾ അവന്റെ മുഖം മിനുങ്ങി എന്നല്ല, വിളങ്ങി തിളങ്ങി എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവ തേജസ്സിന്റെ ഒരു അനുഭവം നമുക്ക് കൊതിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ ശുശ്രൂഷയിലും ജീവിതത്തിലും വലിയ മാറ്റം വരും. അതിനെക്കുറിച്ചുള്ള വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നോട്ട് ചെയ്ത് കൊള്ളുക. 42-ാം സങ്കീർത്തനമാണ് ഇപ്പോൾ ഞാൻ പ്രഭാതത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തൊക്കെ ഇത് തന്നെയാ പറയുന്നത്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാവും. ഇങ്ങനെയൊക്കെ ധ്യാനിക്കുകയാണ്. ഓക്കെ, നമുക്ക് പോവാം. 3-ാമത്തെ ഭാഗത്തേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 21:7. യോഹന്നാന്റെ സുവിശേഷം 21:7. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. മതി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അതുവഴി പോയതായതുകൊണ്ട് കൂടുതൽ സമയം നിൽക്കുന്നില്ല. ഇവിടെ ഒന്നാമത്തെ അബദ്ധം അല്ലെങ്കിൽ എടുത്തുചാട്ടം തൻ്റെ ആ യൂണിഫോമാണ്. താൻ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ലായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ചാട്ടം ചാടിയത്. കർത്താവിനെ മനസ്സിലാക്കാനും അവൻ വൈകി. നമ്മൾ ആ ഭാഗത്തൂടെ കഴിഞ്ഞ ദിവസം പോയതുകൊണ്ട് ഇന്ന് അവിടെ നിൽക്കുന്നില്ല. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. 4-ാമത്തേത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം. 9-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. അപ്പോൾ ശിമോൻ പത്രോസ്, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. ഇവിടെയും ഒരു എടുത്തുചാട്ടം കാണാം. മുഴുവൻ വായിച്ചു വരുമ്പോൾ വാക്യം 4 ശ്രദ്ധിക്കൂ. കർത്താവ് വസ്ത്രം ഊരിവെച്ചു, തോർത്തെടുത്ത് അരയിൽ ചുറ്റി, പാത്രത്തിൽ വെള്ളം പകർന്നു, ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിരുന്ന തുണി കൊണ്ട് തോർത്തുവാനും തുടങ്ങി. മറ്റാർക്കും പ്രശ്നമില്ല. പക്ഷേ പത്രോസിന് ആ വിഷയത്തിൽ അല്പം ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ? അപ്പോൾ ഇവിടെയും അവൻ വ്യത്യസ്തനാണ് എന്നുള്ള ഒരു സത്യമുണ്ട്. പക്ഷെ ഇവിടെ കർത്താവ് അവനെ ശാസിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട് സ്നേഹത്തില് അല്പം മയപ്പെടുത്തി പറയാണ് 7-ാം വാക്യത്തിൽ, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും. അതൊക്കെ ശ്രദ്ധിക്കാതെ പോയ വാക്കുകളാണ്. ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എത്രയോ വലിയൊരു കാര്യം പറഞ്ഞത്. ആരാ പറയുന്നെന്നുള്ളത് ആദ്യം നോക്കണം, എന്താ പറയുന്നെന്നുള്ളത് രണ്ടാമത് നോക്കണം. യേശു കർത്താവല്ലേ പറഞ്ഞേ? കർത്താവ് അങ്ങനെ ചാടിക്കേറി പറയുന്ന ആളല്ല. പറയുന്നതൊന്നും പിന്നെ തിരുത്തുന്ന ആളുമല്ല. സോറി എന്ന് പറഞ്ഞിട്ടില്ല യേശു ഒരിക്കൽ പോലും. പറഞ്ഞതൊന്നും തിരുത്തിയിട്ടുമില്ല, മാറ്റി പറഞ്ഞിട്ടുമില്ല.
2 വാചകം. ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല. എല്ലാവരോടും കർത്താവ് ഇന്ന് അത് പറയുകയാണെങ്കിലോ, നമ്മൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യത്തിനും ഒരു ഉത്തരം അതിനകത്തുണ്ട്. നമ്മൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രശ്നത്തിനും ഉത്തരം അതിനകത്തുണ്ട്. നമ്മുടെ മുഴുവൻ പ്രാർത്ഥനയ്ക്കും മറുപടി അതിനകത്തുണ്ട്. ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല. 2-ാമത്തെ വാചകം, പിന്നെ അറിയും. എന്നാ ഒരു ദൂതാണ് പറയുന്നത്. നമ്മുടെ ജീവിതം നാം കർത്താവിന് സമർപ്പിച്ചു എന്നുള്ളത് പരമാർത്ഥമാണെങ്കിൽ, നമ്മളെ പൂർണ്ണമായി നാം യേശു കർത്താവിന് വിട്ടുകൊടുത്തു എന്നുള്ളത് സത്യമാണെങ്കിൽ, ഓർക്കുക, നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണ നിയന്ത്രണവും ഉത്തരവാദിത്വവും പിന്നെ കർത്താവിനാണ്. സംഭവിക്കുന്ന ഏത് കാര്യത്തിലും കർത്താവിന് പറയാനുള്ള മറുപടി ഇതാണ്: ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല. ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല. എന്ത് നമുക്ക് മനസ്സിലാക്കാം? നമുക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഇത് വായിക്കുന്നത്. നമുക്ക് മനസ്സിലാകാത്ത കാര്യവും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കർത്താവിന് അവകാശവും അധികാരവും ഉണ്ട്. ഒന്നുകൂടെ പറയാം. നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കർത്താവിന് അധികാരവും അവകാശവും ഉണ്ട്. എന്താ കർത്താവ് ഇങ്ങനെ? അയ്യോ, ഇതെന്താ ഇങ്ങനെ? അതെ, നിനക്ക് മനസ്സിലാകാത്ത കാര്യവും നിന്റെ ലൈഫിൽ ചെയ്യാൻ നീ യേശുവിനെ അനുവദിക്കുമോ? ചോദ്യം. നിനക്ക് മനസ്സിലാകാത്ത കാര്യവും നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ നീ യേശുവിനെ അനുവദിക്കുമോ? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ വല്ലതും മനസ്സിലാക്കിയിട്ടാണോ ഒപ്പിടുന്നത്? അന്നേരത്തെ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മളങ്ങ് ഒപ്പിട്ട് കൊടുക്കുക. അത് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ ക്ലോറോഫോം മണപ്പിക്കും, അല്ലെങ്കിൽ അവർ ഇഞ്ചക്ഷൻ എടുക്കും. പിന്നെ നമ്മളൊന്നും അറിയുന്നില്ലല്ലോ. എന്തൊക്കെയാ ചെയ്ത്, എവിടെയൊക്കെയാ കീറിയത്, എന്നൊക്കെ എടുത്തു മാറ്റി, വല്ലതും അറിയാവോ? ഒന്നും അറിയാൻ മേല. നമ്മളങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയല്ലേ. കർത്താവിനെ നമുക്ക് അത്രയെങ്കിലും വിശ്വസിച്ചുകൂടെ എന്നാ ചോദ്യം. ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല. ഒരു ഡോക്ടർ ഒരു സർജൻ ആകണമെങ്കിൽ എത്ര കൊല്ലം പഠിക്കണം? ഒരു ഡോക്ടർ ഒരു നല്ല സർജൻ ആകണമെങ്കിൽ 15 കൊല്ലമെങ്കിലും പഠിക്കണം, ഡിഗ്രിക്ക് ശേഷം. അപ്പൊ ആ മനുഷ്യനെ നമ്മളങ്ങ് വിശ്വസിക്കുക. അത് വിശദീകരിച്ചു തരും. കുറെ കാര്യങ്ങളൊക്കെ, അവയവങ്ങളുടെ പേരും ഒക്കെ പറയും. നമുക്കിത് അറിയാൻ മേലല്ലോ, നമ്മളിതൊന്നും കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ മൂള് അത്രേ ഉള്ളൂ. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഈ അവയവങ്ങളൊന്നും നിർമ്മിച്ചത് ഈ ഡോക്ടർ, ഈ സർജൻ അല്ല. ഇതെല്ലാം നിർമ്മിച്ചവൻ ഇന്ന് രാവിലെ പറയുകയാണ്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാത്തതും കൂടെ ചെയ്യാൻ യേശുവിനെ അനുവദിക്കണം, അല്ലേ? നമുക്ക് പിടികിട്ടാത്ത കാര്യങ്ങൾ, നമുക്ക് പിടികിട്ടാത്ത കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് ആമേൻ പറയാം ഇന്ന് രാവിലെ. നമുക്ക് പിടികിട്ടാത്ത കാര്യങ്ങൾ എന്തായിരിക്കുമോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ, എന്തായിരിക്കുമോ. അതെ, ഇങ്ങനെയും കൂടെ ഒരു സമ്മതപത്രം ഒപ്പിട്ട് കൊടുക്കാം രാവിലെ. എനിക്ക് മനസ്സിലായില്ലെങ്കിലും കർത്താവേ, നീ ചെയ്യുന്നത് നന്മയ്ക്കാണെന്ന് ഞാൻ ഏറ്റെടുക്കുന്നു. എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഞാൻ അതിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. പത്രോസിനോട് കർത്താവ് പറയാണ്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും. പിന്നെ എന്ന് പറഞ്ഞാൽ ചില മിനിറ്റുകൾ കഴിയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും.
ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും, ചില വർഷങ്ങൾ കഴിയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും, നിത്യതയിലെത്തുമ്പോൾ പൂർണ്ണമായി മനസ്സിലാവും. പിന്നെ അറിയും എന്നതിന്റെ വിശദീകരണം എന്താണ്? ചില മിനിറ്റുകൾ കഴിയുമ്പോൾ കുറച്ചൊരു കാര്യം മനസ്സിലാവും, ദൈവത്തിന് ഇതിലൊരു ഉദ്ദേശമുണ്ട്. ചില മണിക്കൂറുകൾ കഴിയുമ്പോഴോ കുറച്ചുകൂടെ മനസ്സിലാവും. ചില വർഷങ്ങൾ കഴിയുമ്പോഴോ വലിയ പ്രകാശം ഉണ്ടാവും. ദൈവത്തിന് നന്ദി. നിത്യതയിൽ ചെല്ലുമ്പോൾ പൂർണ്ണമായി മനസ്സിലാക്കും. നാളുകൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, നാളുകൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ, വ്യക്തമായി യുക്തമായി കൃപയിൻ കരുതൽ അറിയും നാം. എം ഇ ചെറിയാൻ സാറിന്റെ മനോഹരമായ പാട്ട്, അനാദിനാഥൻ യേശു എൻ ധനം. പഴയ പാട്ടാണ്. പ്രൈസ് ദി ലോർഡ്. എം ഇ ചെറിയാൻ സാറിന്റെ ഗാനങ്ങളെ കുറിച്ചൊരു ബുക്ക് ബ്രദറൻ സഹോദരന്മാര് തയ്യാറാക്കുമ്പോൾ എന്നെ ഒരാൾ വിളിച്ചു. എം ഇ ചെറിയാൻ സാറിന്റെ പാട്ടുകളൊക്കെ പൊതുവേദികളിൽ പാസ്റ്റർ പാടാറുണ്ടല്ലോ, ഇഷ്ടപ്പെട്ട ഒരു ഗാനത്തെക്കുറിച്ച് ഒരു പേജ് എഴുതാവോ എന്ന് ചോദിച്ചു. നിശ്ചയമായിട്ട് എഴുതാമെന്ന് പറഞ്ഞു. ഞാൻ ഈ പാട്ടിനെ കുറിച്ചാണ് എഴുതിയത്. ഞാൻ ഇന്നലെ അലമാരിക്കകത്ത് ആ പഴയ ബുക്ക്, ഇച്ചിരി വലിപ്പമുള്ളതാ, അതെടുത്തപ്പോൾ ആ കുറിപ്പ് ഞാൻ ഒന്നുകൂടെ കണ്ടു. നാളുകൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, അതായത് ടൈം വിൽ പ്രൂവ് എന്നൊരു വാക്കുണ്ട്. സമയം തെളിയിക്കും. നമ്മളെ ഒരാൾ പുച്ഛിക്കുന്നു, നമ്മളെ ഒരാൾ അപമാനിക്കുന്നു, ടൈം വിൽ പ്രൂവ്. സമയം കൊണ്ട് തെളിയുന്ന കാര്യങ്ങളുണ്ട്. നമ്മളൊരു തെങ്ങ് മേടിച്ചു വെച്ചു, നമ്മൾ ഉപസിച്ച് പ്രാർത്ഥിച്ചാൽ ഉടനെ തെങ്ങ് കായ്ക്കില്ല, അല്ലേ? അതിനൊരു ടൈമുണ്ട്. പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, പക്ഷെ സമയങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ടൈം വിൽ പ്രൂവ്. സമയം കൊടുക്ക്, സമയം കൊടുക്ക്. വിശ്വസിക്ക്, ആശ്രയിക്ക്, കാത്തിരിക്ക്. വിശ്വസിക്ക്, ആശ്രയിക്ക്, കാത്തിരിക്ക്. ബിലീവ്, ട്രസ്റ്റ് ആൻഡ് വെയിറ്റ്. ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും. നാളുകൾ കഴിയുമ്പോൾ കർത്താവ് ചെയ്തതെല്ലാം എല്ലാം 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 നന്മയ്ക്കാണെന്നറിയും. ഈ ഒരു സീസൺ വന്നേ പിന്നെ പല കാര്യങ്ങളും മനസ്സിലാകാത്തതുണ്ട്. ഈ ഒരു സീസണിൽ മനസ്സിലാകാത്ത ഒത്തിരി കാര്യമുണ്ട്, ഒത്തിരി കാര്യമുണ്ട്. എനിക്കെന്നല്ല, എന്നേക്കാൾ വലിയ വചന നിശ്ചയമുള്ള ദൈവദാസന്മാർ എന്നോട് ചോദിക്കാറുണ്ട്, എന്താ പാസ്റ്ററെ ഇങ്ങനെ, എന്താ പാസ്റ്ററെ ഇങ്ങനെ, നമ്മൾ എന്താ പറയണ്ടേ? ഞാൻ അത് വിവരിച്ചാൽ അത് ആളാരാന്നൊക്കെ നിങ്ങൾ ചോദിക്കും, അതുകൊണ്ട് പറയുന്നില്ല. വളരെ പ്രാഗൽഭ്യമുള്ള ആളുകൾ ചോദിച്ചിട്ടുണ്ട്, പാസ്റ്ററെ എന്താ പറയുന്നേ, എന്തൊരു കാലമാണിത്? അതെ, ഉത്തരം ഇത്രയേ ഉള്ളൂ, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും. സമയങ്ങൾ കൊണ്ട് മനസ്സിലാക്കി തരേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞ ആ ഭാഗവും വിടാം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കുട്ടിക്കാലത്ത് 5, 6 ഒക്കെ വയസ്സുള്ള സമയത്ത് ഞങ്ങളുടെ വിവാഹത്തിന്റെ ആൽബം എടുത്തു വെച്ച് നൂർത്തു നോക്കി. അപ്പൊ അന്ന് മൂത്ത ആൾക്ക് 6 വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 5 വയസ്സ്, ഇളയ ആൾക്ക് 1 വയസ്സ്. ആൽബം മറിച്ചു വേഗത്തിൽ മറിക്കുക ഇവര്. ആദ്യം ഒന്ന് മറിച്ചു, അത് കഴിഞ്ഞ് പിന്നെ അന്യായ സ്പീഡിൽ മറിക്കുക. അത് കഴിഞ്ഞ് എല്ലാവരുടെ കൂടി ഭയങ്കര യുദ്ധമായിട്ട് ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നു. എന്നാ വിഷയം? അവരുടെ പടം മാത്രം ഇല്ല. കല്യാണത്തിന്റെ ആൽബത്തിൽ പിള്ളേരുടെ പടം വരാൻ പറ്റുമോ? ഇല്ല. അതിവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റുകയില്ല. പിന്നെ എന്നാ പറയുന്നത്? ചെറിയ ചൂരിലെടുത്ത് ഒരെണ്ണം കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ അന്നേരം വഴി, വേറെ വഴിയൊന്നുമില്ല. സ്തോത്രം.
മോനെ അത് പിന്നെ പറഞ്ഞു തരാം പൊന്നു പോലെ വിടാതിരി. ഇതെല്ലാം പറഞ്ഞ് അടങ്ങണ്ടേ? അവരുണ്ടല്ലോ, ഇവരുണ്ടല്ലോ, മറ്റവരുണ്ടല്ലോ, അച്ചാച്ചന്മാരുണ്ടല്ലോ, അമ്മാമ്മമാരുണ്ടല്ലോ, ഞങ്ങളെല്ലാം ഇല്ലാത്ത. മോനെ അത് നിന്നോട് പറഞ്ഞു തരണേ. നിനക്കൊരു 15 വയസ്സാവണം, 20 വയസ്സാവണം. ഇത് തന്നെയാ കർത്താവും പറയുന്നത്. ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും. സമയം കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് എന്ന് ഒരു പ്രവചന ദൂത് പറയുകയാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഈ വർഷം ഒത്തിരി ഉണ്ടല്ലേ? വൈ ലോഡ്? എന്തുകൊണ്ട് ദൈവമേ? ഉത്തരം പിന്നെ അറിയും. ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് പോകാം. അതിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കാം. ശിമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലതുകാത് അറുത്തു കളഞ്ഞു. ആ ദാസന് മൽക്കോസ് എന്ന് പേർ. അടുത്ത വാക്യം കൂടെ. യേശു പത്രോസിനോട്, വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. ആമേൻ. ഇത് മറ്റൊരു വലിയ അബദ്ധം, വലിയ എടുത്തിയാട്ടം. ഇവിടെ എല്ലാം നമ്മുടെ കഥാപുരുഷനാ വരുന്നത്, വേറെ ആരും വരുന്നില്ല. വാളെടുത്തൊരൊറ്റ വെട്ട്. സ്തോത്രം. എന്തുകൊണ്ടാ ചെയ്തേ? കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട്. എന്തിനു വേണ്ടിയാ ചെയ്ത്? കർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടി. ഓർക്കുക, ദൈവദാസന്മാരോട് പ്രത്യേക, നമ്മളാരും കർത്താവിനെ സംരക്ഷിക്കണ്ട കേട്ടോ. ഇതെപ്പോഴും മനസ്സിൽ കരുതിക്കോ. നമ്മളാരും കർത്താവിനെ സംരക്ഷിക്കണ്ട. പഴയ നിയമത്തിൽ ഒരു സ്റ്റോറി ഉണ്ട്. ഒരു വീട്ടിൽ ദൈവത്തിന്റെ പെട്ടകം വെച്ചു. അത് കഴിഞ്ഞ് ആ പെട്ടകം അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്ന വഴിക്ക് ആ വീട്ടിലെ ചെറുക്കനെ ആ വണ്ടിയിൽ ഇരിക്കാൻ അനുവാദം കൊടുത്തു. ഒരു ദുർബല നിമിഷത്തിൽ അവൻ ആ പെട്ടകത്തെ കയറി പിടിക്കാൻ പാടില്ല. അവൻ തൽക്ഷണം മരിച്ചുപോയി. അവൻ എന്താ ചെയ്തേ? ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന പെട്ടകത്തെ അവൻ സംരക്ഷിച്ചു, അല്ലേ? അവൻ സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഇത് നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. പെട്ടകം ക്രിസ്തുവിനെ കാണിക്കും. നമ്മൾ ആരും കർത്താവിന്റെ സംരക്ഷകരാകണ്ട. എന്താ പറഞ്ഞെന്ന് ചോദിച്ചാൽ, കർത്താവിനെ ദുഷിക്കുന്ന ആളുകൾ ലോകത്തിൽ എഴുന്നേറ്റിട്ടുണ്ട്. കർത്താവിനെ അപമാനിക്കുന്ന പുസ്തകങ്ങൾ ഒത്തിരി കഴിഞ്ഞ കാലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ എന്താ പ്രതികരിക്കാത്ത എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. വഴിയിലിറങ്ങി പ്രതികരിക്കുക, റോഡ് തടഞ്ഞ് പ്രതികരിക്കുക, ട്രെയിൻ തടയുക, ഇതൊക്കെയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. മതനിന്ദ ഗുരുതരമായ കുറ്റമാണ്. പക്ഷെ ക്രിസ്തുമതത്തെ നിന്ദിക്കുന്നതിന് മാത്രം ഒരു ശിക്ഷയില്ല. ബാക്കി ഏതെങ്കിലും ഒരു മതത്തെ നിന്ദിച്ചാൽ വധശിക്ഷ വരെയാണ്. എന്തിന്? കോടതിയിലൊന്നും പോകുന്നതിന് മുമ്പ് നാട്ടുകാർ തല്ലിക്കൊല്ലും. മതനിന്ദ, ഗുരുനിന്ദ.
പക്ഷെ കർത്താവിനെ നിന്ദിക്കുന്നതിന് കുഴപ്പമില്ലേ? യേശുവിന്റെ തിരുമുറിവുകൾ എന്ന സംഭവത്തിന് കുഴപ്പമില്ലേ? കർത്താവിനെയും കർത്താവിന്റെ സഭയെയും വളരെ നിന്ദിക്കുന്നു, വളരെ വളരെ നിന്ദിക്കുന്നു. എല്ലായിടത്തും നിന്ദിക്കുന്നു, ലോകം മുഴുവൻ നിന്ദിക്കുന്നു. ഇന്ത്യയിൽ, കേരളത്തിലുടനീളം ചില മത ഭ്രാന്തുള്ള ആളുകൾ പ്രസംഗിക്കുന്നതും ഒരിടയ്ക്ക് കേൾക്കാനുണ്ടായിരുന്നു. ഇപ്പൊ അത്രയില്ല. നമ്മൾ ആരും കർത്താവിന്റെ സംരക്ഷകരാകണ്ട എന്ന് കർത്താവ് പറയുകയാണ്. എത്രയോ ഓപ്പണാണ് നമ്മുടെ മാർഗം, എത്രയോ സെക്യൂറാണ് നമ്മുടെ മാർഗം. ഒന്ന് ആഴത്തിൽ ചിന്തിക്കണം. ഞാൻ എൻ്റെ ദൈവത്തെ സംരക്ഷിക്കേണ്ട ഗതികേട് വന്നാൽ ഞാൻ പിന്നെ എന്തിനാ ദൈവത്തെ സേവിക്കുന്നത്? നമുക്ക് എത്ര അഭിമാനത്തോടെ ഈ വിഷയം പറയാം. എൻ്റെ ദൈവത്തെ ഞാൻ സംരക്ഷിക്കേണ്ട ഗതികേട് വരികയാണെങ്കിൽ ഞാൻ എന്തിനാ പിന്നെ ആ ദൈവത്തെ വിളിക്കുന്നത്? പണ്ട് ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ വന്ന ഒരു സഹോദരൻ എല്ലാവർക്കും സാക്ഷി പറയാൻ സമയം കൊടുക്കുമ്പോൾ ചാക്കോച്ചൻ എന്ന പേരുള്ള ഒരു സഹോദരന് സമയം കൊടുത്തു. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം ഒത്തിരി ചിരി വന്നെങ്കിലും, ചിരിക്കാൻ വകയുണ്ടെങ്കിലും മറക്കത്തില്ല. അദ്ദേഹം എങ്ങനെ ഈ മാർഗത്തിലേക്ക് വന്നു എന്ന് പറയുന്നത്, അവരുടെ നാട്ടിലെ പെരുന്നാളിന് ഈശോയുടെ രൂപം എടുത്തോണ്ടിങ്ങനെ പോകുന്ന ഒരു എഴുന്നള്ളത്തുണ്ട്. ആ എഴുന്നള്ളത്തിനിടയില് ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഈശോ താഴെ പോയി. ഈശോയുടെ കാലൊടിഞ്ഞു. സഭക്കാരവനെ ശാപിച്ച് ഗുരുതരമായ ശിക്ഷ വിധിച്ച് കുറെ നാളത്തേക്ക് പുറത്താക്കുകയൊക്കെ ചെയ്തു. ഇച്ചിരി മാറി ചിന്തിക്കുന്ന ആളായി ഈ മനുഷ്യൻ. ഈ മനുഷ്യൻ വീട്ടിൽ ചെന്ന് അപ്പനോടും അമ്മയോടും ചോദിച്ചു, നമ്മൾ വീഴുമ്പം നമ്മുടെ കാലൊടിയാതെ നമ്മളെ കാക്കേണ്ടവനല്ലേ ഈശോ? ഇതിപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് വീണ് കാലൊടിയാണ്, പിന്നെ ഇനി നമ്മളെ ആരാ അപ്പാ കാക്കുന്നേ? അതൊരു ചിന്തയായി, അതൊരു വെളിച്ചമായി, അതൊരു അന്വേഷണമായി. അദ്ദേഹം പലരോട് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം വേദപുസ്തകം പഠിക്കേണ്ടി വന്നു. ഒടുവിൽ അദ്ദേഹത്തിന് സത്യം മനസ്സിലായി. നാം ചുമക്കുന്ന ദൈവമല്ല, നമ്മെ ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നാം ചുമക്കുന്ന ദൈവമല്ല, നമ്മെ ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. അത് പിന്നീട് യെശയ്യാവ് എഴുതുന്നുണ്ട്. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവർ, ഉദരം മുതൽ ചുമക്കപ്പെട്ടവരെ, നരയ്ക്കോളം ഞാൻ നിങ്ങളെ ചുമക്കും, ഞാൻ ചുമന്ന് വിടുവിക്കും. അവിടെയൊക്കെ അവരും ഇങ്ങനെ ദൈവസങ്കല്പത്തെ ചുമക്കുന്നവരായിരുന്നു. എന്നാൽ നിങ്ങളെ ചുമക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് യെശയ്യാവ് പറയുന്നു. പത്രോസ് ഇവിടെ ഒരു വലിയ മണ്ടത്തരം കാണിക്കുകയാണ്. ദൈവത്തിൻ്റെ സെക്യൂരിറ്റി, യേശു സർവശക്തനായ കർത്താവിന് ബോഡി ഗാർഡായിട്ട് നിൽക്കുക. കർത്താവ് അത് ശാസിച്ചില്ലായിരുന്നെങ്കിൽ കർത്താവ് ചെറുതായി പോവുകയല്ലേ? അല്ലേ? കർത്താവ് അത് ശാസിച്ചില്ലായിരുന്നെങ്കിൽ കർത്താവിനോടുള്ള ബഹുമാനം പോവുകയല്ലേ? എന്റെ മോനെ പത്രോസേ, നിനക്കെങ്കിലും തോന്നിയല്ലോ എനിക്ക് വേണ്ടി അത്രയും ചെയ്യാൻ, വേറെ ആർക്കും തോന്നിയില്ലല്ലോ എന്നല്ലേ പറയണ്ടേ? കർത്താവ് അങ്ങനെയല്ല പറഞ്ഞത്. എനിക്ക് നിന്റെ പ്രൊട്ടക്ഷൻ വേണ്ട. യേശു പത്രോസിനോട് വാൾ ഉറയിൽ ഇടുക. ലോകത്തോട് ദൈവത്തിന് പറയാനുള്ള വാക്കാണത്. 10ഉം 11 ഒന്നുകൂടെ വായിച്ചേര്. നമ്മൾ ഇന്നത്തെ ക്ലാസിന്റെ ഒടുവിലേക്ക് വരികയാണ്. ശിമോൻ പത്രോസ്
തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത്തുകാത് അറുത്തു കളഞ്ഞു. ആ ദാസന് മൽക്കോസ് എന്ന് പേർ. യേശു പത്രോസിനോട്, വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. ആമേൻ. സകല ക്രിസ്ത്യാനികളോടും സകല വിശ്വാസികളോടും സകല ശുശ്രൂഷകന്മാരോടും അല്ല, സകല ഭരണാധികാരികളോടും സകല വർഗീയവാദികളോടും സകല റൗഡികളോടും സകല തന്റേടികളോടും സകല അഭ്യാസികളോടും സർവശക്തിയുള്ള കർത്താവായ യേശുവിന് അന്നും ഇന്നും പറയാനുള്ള വാക്കിതാണ്: വാൾ ഉറയിൽ ഇടുക. വാൾ ഉറയിലിടുക. ഇന്ന് നമ്മൾ കേരളത്തിലെ ന്യൂസ് കണ്ടാൽ, കേരളത്തിലെ പത്രങ്ങൾ വായിച്ചാൽ, ചാനലുകൾ ശ്രദ്ധിച്ചാൽ, വാള് നന്നായിട്ട് ഉപയോഗിക്കുന്നവരാണ് ഭരണത്തിൽ ഇരിക്കുന്നത്. അതിൽ ആരാ മിടുക്കനെന്ന തർക്കം നടക്കുന്നത്. കൂടുതൽ പേരെ കൊന്നതാര്? കൂടുതൽ പേരെ വെട്ടിയതാര്? ഗുസ്തി പിടിച്ചാൽ നീ ജയിക്കോ ഞാൻ ജയിക്കും, ഇങ്ങനെ ഉണ്ടല്ലോ കൈ കൂട്ടിപ്പിടിച്ച്. ഇതൊക്കെ ഇപ്പം ചാനലുകളിലും പത്രങ്ങളിലും വന്ന ആളുകൾ കളിയാക്കുന്നത്. ഗാന്ധിയൻ കൾച്ചറിന്റെ കാലം പോയോ? ഗാന്ധിയെ ആരാ ഇത് പഠിപ്പിച്ചത്? യേശു ക്രിസ്തുവ പഠിപ്പിച്ചത്. നിരാഹാരവും സഹന സമരവും ഗാന്ധിക്ക് കിട്ടിയത് എവിടുന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ന്യൂ ടെസ്റ്റ്മെന്റിൽ നിന്നാന്ന് പറഞ്ഞു, യേശു ക്രിസ്തുവിൽ നിന്നാന്ന് പറഞ്ഞു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ആയിരുന്നു അന്ന് ഇന്ത്യയെ ഭരിച്ചിരുന്നത്. സമരവും കൊണ്ട്, സഹന സമരം കൊണ്ട് അവരെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ സാധിച്ചു. അവർ ചോദിച്ചെന്നാ പറയുന്നേ, ഇത് എങ്ങനെ സാധിക്കും? അദ്ദേഹം പറഞ്ഞു, മത്തായി സുവിശേഷം 5-ാം അധ്യായം വായിക്കാൻ പറഞ്ഞു, സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. ആരാണ് കൂടുതൽ മിടുക്കൻ? ആർക്കാണ് കൂടുതൽ മസിലുള്ളത്? ആർക്കാണ് വെട്ടാൻ അറിയാവുന്നത്? ആർക്കാണ് കുത്താൻ അറിയാവുന്നത്? ആർക്കാണ് ഇടിക്കാൻ അറിയാവുന്നത്? ആർക്കാണ് ഒളിക്കാൻ അറിയാവുന്നത് എന്ന ചർച്ചയല്ലേ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ എന്താ മനസ്സിലാക്കുക? എന്ത് സന്ദേശമാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്? പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് ചെറുപ്പക്കാരുടെ പേരുകൾ ഇപ്പൊ വരുന്നുണ്ട്. അവരൊക്കെ കൊട്ടേഷൻ എന്ന വാക്കാ കൂടെ കൂടെ വരുന്നത്. കൊട്ടേഷൻ. എന്ത് കൊട്ടേഷനാ? പന്തലിടുന്നതിന് കൊട്ടേഷൻ കൊടുക്കും, കെട്ടിടം പണിക്ക് കൊട്ടേഷൻ കൊടുക്കും, ഭക്ഷണം കഴിക്കുന്നതിന് കൊട്ടേഷൻ കൊടുക്കും. ഇതൊന്നുമല്ല, മനുഷ്യരെ കൊല്ലുന്നതിന് കൊട്ടേഷൻ കൊടുക്കുന്ന കാര്യമായി വരുന്നത്. അതൊക്കെ ഒരു വാർത്തയല്ല, ഇപ്പൊ സ്ഥിരം ചർച്ചയാ. കൊട്ടേഷൻ സംഘം. യേശു ക്രിസ്തു എന്ന ഒരൊറ്റ ലീഡർ അന്നും ഇന്നും ലോകത്തോട് പറയുന്നു, വാൾ ഉറയിൽ ഇടുക. നമ്മൾ ആരും കർത്താവിന്റെ സംരക്ഷകരാകണ്ട. കർത്താവിനെയും തന്റെ സഭയെയും സംരക്ഷിക്കാൻ കഴിയുമോ? സംശയിക്കണ്ട, കഴിയും. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എന്നെ സംരക്ഷിക്കാൻ, നിങ്ങളെ സംരക്ഷിക്കാൻ, സഭയെ സംരക്ഷിക്കാൻ കർത്താവിന് കഴിയും. എന്നാൽ ചിലപ്പോൾ ചിലർ രക്തസാക്ഷികളാകാൻ കർത്താവ് അനുവദിക്കുന്നു. സ്തേഫാനോസ് മരിച്ചു, യാക്കോബ് കൊല്ലപ്പെട്ടു, പക്ഷെ പത്രോസിനെ തടവിൽ നിന്ന് അഴിച്ചുവിട്ടു. കർത്താവ് അനുവദിച്ചിട്ട് നടക്കുന്ന മരണങ്ങളെ നടക്കത്തുള്ളൂ. നമ്മുടെ കണ്ണിൻ മുൻപിൽ അപ്പോസ്തല പ്രവൃത്തി 7-ഉം അപ്പോസ്തല പ്രവൃത്തി 19-12 അടുത്തടുത്തിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 7-ൽ ഒരു നല്ല ചെറുപ്പക്കാരൻ
ഏറുകൊണ്ട് മരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 12 മറ്റൊരു ചെറുപ്പക്കാരൻ വാളുകൊണ്ട് മരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 12 മറ്റൊരു സുവിശേഷകനെ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങിച്ചെന്ന് കെട്ടഴിച്ച് പുറത്തു കൊണ്ടിരുന്നു. കർത്താവ് അനുവദിക്കുന്ന മരണങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ. കർത്താവ് അനുവദിക്കാതെ തലയിലെ രോമത്തെ പോലും തൊടാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഒരു ശക്തിക്കും കഴിയുകയില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് പറഞ്ഞാൽ ജയിക്കയില്ല. ഞാൻ ഒരിക്കൽ അവസാനിപ്പിക്കുന്നു. വയനാട് ഭാഗത്ത് ശുശ്രൂഷയ്ക്ക് പോയി. അവിടെ രാത്രിയിൽ വിശ്രമിക്കുമ്പോൾ ഞാൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞ് ക്ഷമിക്കണം, കർത്താവ് തന്ന കൃപയ്ക്കൊത്തവണ്ണം ബൈബിൾ സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന കാലത്ത് ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ എൻ്റെ അടുക്ക് വന്നു പറഞ്ഞു, സാറേ ഞാൻ ബ്ലാക്ക് ബെൽറ്റാണ്. ഞാൻ പറഞ്ഞു, ഇന്ന് പറഞ്ഞ എന്നാ? അപ്പൊ പുള്ളി പറഞ്ഞു, ഇങ്ങനെ ഈ അടിതടയൊക്കെ പഠിക്കുന്നതിൻ്റെ ഒരു ഡിഗ്രിയാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്തിനാ പറഞ്ഞേ? ഞാൻ സാറിനെ ഒരു അല്പകാര്യം ഒന്ന് പഠിപ്പിക്കാം. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ആരെയും തല്ലാനല്ല, നമ്മളെ തല്ലാൻ വരുമ്പം തടയാനുള്ളത് പഠിപ്പിക്കാമെന്ന്. എന്നെ എഴുന്നേപ്പിച്ച് നിർത്തി 1-2 സ്റ്റെപ്പൊക്കെ കാണിച്ചു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, എന്തിനായി പഠിക്കുവോളെ? അബദ്ധമാണല്ലോ എന്ന് ഓർത്തു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമാനെ വേണ്ട, നമ്മൾ തടയാനാന്ന് പറഞ്ഞ് പഠിക്കും. അത് കഴിയുമ്പോൾ നമ്മളെ വല്ലൊരു മേല് നോയിച്ചാൽ നമ്മൾ വിടുവോ? ഒരു 5-6 കൊല്ലം മുമ്പ് ഒരു സംഭവം നടന്നല്ലോ, ചർച്ചയായിരുന്നത്. ഒരു ദൈവദാസൻ മോട്ടോർ സൈക്കിളിൽ ഒരു സ്ഥലത്ത് പോയി ഭവന സന്ദർശനമൊക്കെ നടത്തി ഒരു കവലയിൽ ഒരു ചെറിയ പരസ്യയോഗം നടത്തിയിട്ട് തിരിച്ചു പോകാൻ ബൈക്ക് സ്റ്റാർട്ടാക്കി അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ 2-3 ചെറുപ്പക്കാർ വന്നിട്ട് ഒരുത്തൻ മുമ്പോട്ട് കയറിയിട്ട് ഒരൊറ്റയടി ഉപദേശിക്കിട്ട് കൊടുത്തു. ഉപദേശി ബൈക്കിൽ നിന്ന് താഴെ വീണു. അപ്പം മറ്റവനും തള്ളി. എഴുന്നേറ്റ് വന്നപ്പോൾ അടുത്ത ആളും അടിച്ചു. 2-3 അടി കഴിഞ്ഞപ്പോൾ പുള്ളി എഴുന്നേറ്റ് മുണ്ടൊക്കെ ഒന്ന് ശരിക്കൊന്ന് മടക്കി കുത്തിയിട്ട് പുള്ളി ഇവരെ 3 പേരെ അങ്ങ് കൈകാര്യം ചെയ്തു. ഉടനെ അവർ കൈ കൂപ്പിക്കൊണ്ട് പറയുക, അത് ഉപദേശിയാന്നാ ഓർത്തെ, ക്ഷമിക്കണോ. നടന്ന കാര്യമാണ്, പേരെനിക്കറിയത്തില്ല, ഞാൻ കേട്ടതാണ്. അപ്പൊ ഉപദേശിയാണെങ്കിൽ തിരിച്ച് തല്ലുകയില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞങ്ങൾ തല്ലിയെന്നല്ലേ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ പഠിക്കാൻ പോയാൽ ഇങ്ങനൊരു കുഴപ്പമുണ്ട്. വീണ്ടും പറയുന്നു, ചെറുപ്പക്കാരെ, യേശുവിൻ്റെ സംരക്ഷകരാകണ്ട, ക്രിസ്തു മതത്തിൻ്റെ സംരക്ഷകരാകണ്ട, സഭയുടെ സംരക്ഷകരാകണ്ട. നമ്മളെ സഭയെ, നമ്മുടെ ശുശ്രൂഷയെ സംരക്ഷിക്കാൻ നമ്മുടെ കർത്താവ് ശക്തൻ തന്നെ.